അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇപ്പൊ എന്താ ഒരു രസം കേട്ടതെന്ന് വെച്ചാല്, നമ്മളെ സുരേഷ് ഗോപിന്റെ പത്രസമ്മേളനം, സുരേഷ് ഗോപിയുടെ യാത്രയും ഒക്കെ കണ്ടപ്പോ വളരെ ഒരു ചിരി വരിക എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടെന്ന് വെച്ചാല്, തൃശ്ശൂര് ജില്ലയുടെ ഒരു ചെറിയൊരു ഭാഗമാണ് ഇപ്പോ സുരേഷ് ഗോപി ജയിച്ചിട്ടുള്ളത്. അവിടെ ജയിച്ചപ്പത്തിന് സുരേഷ് ഗോപി പറയുന്നത് എന്താന്ന് വെച്ചാല്, ഞാൻ കേരളത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കരുതിയിട്ടുണ്ട്. കേരളം ഒന്നിച്ച് എന്നാ നീ കേരളം ഒന്നിച്ചാണോ? അല്ല, തമിഴ്നാട് ഞാൻ എന്ത് ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കരുതിയിട്ടുണ്ട്. ഇനി തമിഴ്നാട് മാത്രമാണോ? തമിഴ്നാട് മാത്രമല്ല അത്രേ, കർണാടകയിലും കൂടെ വികസനം കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. വികസനം കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. മാത്രല്ല 10 വകുപ്പുകളൊക്കെ എത്ര അവന് വേണ്ടത്. 10 വകുപ്പുകൾ അവൻ ചെയ്യാൻ കരുതിയിട്ടുണ്ട്. 10 പരിപാടികൾ വകുപ്പുകളായിട്ട് തിരിച്ചിട്ട് അത് ചെയ്യാനൊക്കെ അവൻ കരുതിയിട്ടുണ്ട് എന്നുള്ളതാണ് ആര് പറയണത്? നമ്മളെ സുരേഷ് ഗോപി പറയുന്നത്. ഇതിങ്ങനെ കേട്ടപ്പോഴാണ് പണ്ട് തള്ളാര് പറയലുണ്ട്, ആലും കൊണ്ട് വരണ്ടെങ്കിൽ ഞാൻ ആനനെയും കൊണ്ടേയാണ് തിന്നുന്നു പണ്ട് എർലാടി പറഞ്ഞത്. എർലാടി അങ്ങനെ ജീവി, അത് കോഴിക്കുട്ടികളെ വിരിഞ്ഞിറങ്ങി കോഴിക്കുട്ടികളെ കൊണ്ടുപോയി തിന്നുന്ന സാധനമാണ്. അപ്പൊ ഈ കോഴിക്കുട്ടികളെ ശബ്ദം കേട്ട തള്ളാർക്കിട്ട് പെരണ്ടുണ്ടെന്ന് ബബാറുണ്ട് ഒച്ച മുടിയിട്ടിട്ട് ഒരു ചാടില് പുറത്തു പോകും. അപ്പൊ ഈ എർലാടിയിൽ പോകും. അപ്പൊ എർലാടി കൊമ്പത്തിരുന്ന് വേണ്ടുള്ള ഒരു ആഗ്രഹം പറയാം, രണ്ട് ഒച്ചക്കൊന്നും ഞാൻ ഒതുങ്ങൂല, ഞാന് ഈ കൊമ്പ് വിലണ്ടെങ്കിൽ ഞാനെന്ത് ചെയ്യും, ആനനെയും കൊണ്ടുപോയിക്കാണ്ട് തിന്നും. പക്ഷെ ആനയ്ക്ക് നിൽക്കാൻ മാത്രം കൊമ്പ് വിലല്ലാത്തത് കൊണ്ടാണ് ഞാൻ ആനനെ പാരാത്തത്. ഇത്ര വലിപ്പമുള്ള എല്ലാടി പറയുന്നത് എന്നതുപോലത്തെ ആഗ്രഹം ആയിപ്പോലുണ്ടോ സുരേഷ് ഗോപിയുടെ എന്ന് ചിന്തിക്കുക. കാരണം മോഡിയുടെ കാര്യത്തിൽ തന്നെ തീരുമാനമായിട്ടില്ല. മോഡിയുടെ വകുപ്പ് തന്നെ തീരുമാനമായിട്ടില്ലല്ലോ. പ്രധാനമന്ത്രി ആകുന്ന നമ്മളെയും മോഡിക്കളുടെ വകുപ്പ് തന്നെ തീരുമാനമായിട്ടില്ല. അപ്പത്തിനാണ് എന്ത് ചെയ്യണത്, ഇയാൾ ഇവിടെ എന്ത് ചെയ്ത് പത്രക്കാരൊക്കെ വിളിച്ച് ഭയങ്കര സംഭവമാണ്. അതങ്ങനെ ഉണ്ടോ? അങ്ങനെ ചെയ്യുമ്പോൾ അത് ചില ആളുകൾക്ക് അതിൻ്റെ ഇവർക്ക് ഇപ്പൊ സിനിമാ നടനായി ഇങ്ങനെ പോയി കുറെ ആളുകളായിട്ട് ഇങ്ങനെ ഉള്ള ആ പരിചയമല്ലേ ഉള്ളൂ. ഇലക്ഷൻ പരിചയം ഉണ്ടാവില്ലല്ലോ. കാരണം ഒരുപാട് കാലം ഗൾഫിൽ നിന്നുകൊണ്ട് വന്ന ആളെ തടിയും മണ്ണോ ആളുടെ പെരുമാറ്റമൊക്കെ കണ്ടപ്പോ അയാളെ നാട്ടിലെ പള്ളിന്റെ സെക്രട്ടറി ആക്കി കഴിഞ്ഞാല് അയാൾ പിന്നെന്താട്ട ഭയങ്കര സംഭവമായിട്ട് കണ്ട് കാട്ടുമല്ലോ. നമുക്ക് അനുഭവങ്ങളുണ്ട് പലതിലും. അപ്പൊ അങ്ങനത്തെ ആളുകൾ പോലെ ആയിട്ട് വരികയാണ് നമ്മളെ സുരേഷ് ഗോപി. പറച്ചിലൊക്കെ ഭയങ്കര സംഭവം. മാത്രമല്ല ഡ്രൈവറെ വരെ യാത്ര ചെയ്യുമ്പോൾ ഡ്രൈവർ അടിക്കണതിൽ ഞങ്ങൾക്ക് അതിൽ കാണാൻ സാധിച്ചു. ഏതായാലും ഭയങ്കര സംഭവം നമ്മൾ സുരേഷ് ഗോപി പറയുന്നുണ്ട്. അതിന് വലിയൊരു ആദ്യം മോഡിയുടെ കാര്യം തീരുമാനം തന്നെ ആയിട്ടില്ല. അതിന്റെ മുന്നേ തന്നെ മൂപ്പരെന്ത് ചെയ്തു, മൂപ്പര് കേരളം മൊത്തം നടത്താൻ തീരുമാനിച്ചു. കേരളത്തിൽ നിന്ന് വിട്ട് തമിഴ്നാട്ടിൽ നടത്താൻ തീരുമാനിച്ചു. തമിഴ്നാടും വിട്ട് കർണാടകയിലേക്ക് വരെ എത്തിപ്പോയി. എത്ര പെട്ടെന്നാണ് ഇതൊക്കെ 10 വകുപ്പുകൾ നടത്താൻ വേണ്ടി തീരുമാനിച്ച രംഗങ്ങൾ. ഏതായാലും വല്ലാത്തൊരു